അങ്ങനെ ഒടുവിൽ അരിക്കൊമ്പനെ തിരികെ എത്തിക്കാനായി നടത്തിയ സമരത്തിൽ പങ്കെടുത്തതിന് 4 പേർക്ക് ഏർപ്പെടുത്തിയ ഊരുവിലക്ക് പിൻവലിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ചിന്നക്കനാലിൽ നിന്ന് അരിക്കൊമ്പനെ കാട് കടത്തി തമിഴ്നാട്ടിൽ കൊണ്ടുപോയതോടെ അരിക്കൊമ്പനെ തിരികെ എത്തിക്കണമെന്നാവശ്യപ്പെട്ട മൃഗസ്നേഹികളുടെ കൂട്ടായ്മ സമരങ്ങളും മറ്റും നടത്തിയിരുന്നു. ഈ സമരത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിലായിരുന്നു ചിന്നക്കനാൽ, ചെമ്പകത്തൊഴിക്കുടി, പച്ചപ്പുൽക്കുടി എന്നീ ആദിവാസ കുടികളിൽ 4 പേർക്ക് ഊരുവിലക്ക് ഏർപ്പെടുത്തിയിരുന്നത്. ചെമ്പകത്തൊഴിക്കുടി സ്വദേശികളായ പാൽരാജ്, മകൻ ആനന്ദരാജ്, മോഹനൻ, പച്ചക്കൽക്കുടി സ്വദേശി മുത്തുകുമാർ എന്നിവരെയാണ് ഊരുകൂട്ടം വിലക്കിയിരുന്നത്. എന്നാൽ പാൽരാജ്, ആനന്ദരാജ്, മോഹനൻ, മുത്തുകുമാർ എന്നിവർ കഴിഞ്ഞ ദിവസം കുടിയിലെ കാണി ഉൾപ്പെടെയുള്ളവരോട് അരിക്കൊമ്പനെ തിരികെ കൊണ്ടുവരാനായി സമരം ചെയ്തതിൽ പരസ്യമായി മാപ്പ് പറഞ്ഞതോടെ പ്രശ്നം അവസാനിക്കുകയായിരുന്നു. നേരത്തെ അരിക്കൊമ്പനെ തിരികെ എത്തിക്കണമെന്നാവശ്യപ്പെട്ട ചെമ്പകത്തൊഴിക്കുടിയിലെ മുഴുവൻ ആളുകളും ചേർന്ന് കഴിഞ്ഞ ജൂൺ 5-നും 6-നും ബോഡിമെട്ടിൽ നിന്ന് സൂര്യനെല്ലിയിലേക്കുള്ള റോഡ് ഉപരോധിച്ചിരുന്നു. ഈ സംഭവത്തിന് ശേഷം അരിക്കൊമ്പനെ തിരികെ കൊണ്ടുവരാൻ ഭീമഹർജി നൽകാനെന്ന പേരിൽ ചിലർ കുടിയിലെ ആളുകളുടെ ഒപ്പ് ശേഖരിക്കുകയും ചെയ്തു. എന്നാൽ അരിക്കൊമ്പനെ തിരികെ കൊണ്ടുവരുന്നതോടൊപ്പം ചിന്നക്കനാൽ മേഖലയിലെ വനഭൂമിയിൽ നിന്ന് ആളുകളെ കുടിയിറക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഈ ഹർജിയിൽ എഴുതി ചേർത്തുവെന്ന് കുടിയിലുള്ളവർ ആരോപിക്കുന്നുണ്ട്. അങ്ങനെ തങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച കുടിയിറക്കാനുള്ള നീക്കം നടത്തിയ മൃഗസ്നേഹികളുടെ സംഘടനകളുമായി ഇനി ഒരു തരത്തിലും സഹകരിക്കേണ്ടെന്നും അരിക്കൊമ്പൻ വിഷയത്തിൽ ഇനി ഇടപെടേണ്ടെന്നും കുടിയിലുള്ളവർ ഒറ്റക്കെട്ടായി തീരുമാനിച്ചിരുന്നു. എന്നാൽ ഈ തീരുമാനം അവഗണിച്ച 4 പേർ തിരുവനന്തപുരത്ത് മൃഗസ്നേഹികൾ സംഘടിപ്പിച്ച സമരത്തിൽ പങ്കെടുത്തതോടെയാണ് ഊരുവിലക്കിന് കാരണമായത്. എന്നാൽ സമുദായ സംഘടന യോഗത്തിനെന്ന പേരിൽ തെറ്റിദ്ധരിപ്പിച്ചാണ് തങ്ങളെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയതെന്നാണ് ഊരുകൂട്ടത്തിന്റെ നടപടി നേരിട്ട 4 പേരും പറഞ്ഞിരുന്നത്. എന്തായാലും 4 പേരും പരസ്യമായി മാപ്പ് പറഞ്ഞതോടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ.